ഉണ്ടാക്കാൻ പോകുന്നത് മണിപ്പുട്ടാണ്. സാധാരണയായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന പുട്ടിനേക്കാളും ഒത്തിരി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു പുട്ടാണ് ഈ ഒരു മണിപ്പുട്ട് എന്ന് പറയുന്നത്. പലരും ചിലപ്പോൾ ഉണ്ടാക്കാറുള്ളതും അതുപോലെ കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ ഉള്ളതായിരിക്കും ഈ ഒരു മണിപ്പുട്ടിനെ കുറിച്ചിട്ട്. എങ്കിലും ഇതുവരെ കഴിക്കാത്തവർ ഒത്തിരി പേരുണ്ടായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിത് 2 രീതിയിലാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഡബിൾ ഹോഴ്സിൻ്റെ അപ്പം ഇടിയപ്പം പത്തിരിപ്പൊടിയാണ്. നൈസായിട്ട് വറുത്ത് പൊടിച്ചിട്ടുള്ള പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിൽ നിന്ന് നമുക്ക് 1.5 കപ്പ് പൊടി എടുത്തിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതിൽ നിന്ന് 1.5 കപ്പ് പൊടി എടുക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ 1 കപ്പ് എടുത്തു. 1/2 കപ്പ് കൂടി പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ 2 കപ്പ് പൊടിയെടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുഴയ്ക്കാനായിട്ടുള്ള വെള്ളത്തിന് വേണ്ടിയിട്ട് നമ്മൾ തിളച്ച വെള്ളത്തിലാണ് ഇത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ 1.25 കപ്പ് വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് നമ്മുടെ മാവിലേക്ക് ആവശ്യത്തിന് ഉള്ള ഉപ്പ് ഈ വെള്ളത്തിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ വേണ്ടത് നമ്മുടെ മാവിന് നല്ലൊരു മയം കിട്ടാൻ വേണ്ടിയിട്ട് 1-2 ടീസ്പൂണോളം വെളിച്ചെണ്ണയും ചേർത്ത് നമുക്ക് ആ വെള്ളം 1.25 കപ്പ് വെള്ളം നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്നും കുറേശ്ശെയായിട്ട് പൊടിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് മാവ് കുഴച്ചെടുക്കാം. അപ്പോൾ ഒത്തിരി ലൂസായി പോകാനും ഒത്തിരി തിക്കായി പോകാനും പാടില്ല കേട്ടോ. നമ്മുടെ മാവ് നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന ആ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ മാവ് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഓരോ പൊടിയുടെയും അതിൻ്റെ ആ ഒരു വറുത്ത പൊടിയാണല്ലോ നമ്മൾ ഇതിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതിൻ്റെ വറവിനനുസരിച്ചിട്ട് ചിലപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടുതലും കുറവും വേണ്ടി വന്നേക്കാം. അപ്പോൾ അത് നമ്മൾ കുറേശ്ശെ മാത്രം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുമ്പോഴാണ് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ എനിക്കിവിടെ 1.25 കപ്പാണ് വെള്ളം ആവശ്യം വന്നത്. അപ്പം നിങ്ങൾ എടുക്കുന്ന പൊടി നനച്ച് നോക്കിയിട്ട് അതിന് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമുക്കത് നല്ലതുപോലെ കുഴച്ചെടുക്കാനായിട്ട് പറ്റണം. ഒത്തിരി ലൂസായി പോകാൻ പാടില്ല കേട്ടോ. എന്നാൽ നല്ല മയത്തിൽ വേണം നമ്മൾ മാവ് കുഴച്ചെടുക്കാനായിട്ട്. അങ്ങനെ മാവിലെ വെള്ളമൊക്കെ ഒഴിച്ച് ചെറു ചൂടോട് കൂടി തന്നെ നന്നായിട്ട് നമ്മുടെ മാവൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് മാവായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അതിൽ നിന്നും കുറേശ്ശെ മാവ് ഒരു ചെറിയതായിട്ട് മാവെടുത്ത് ഇതുപോലെ നമുക്ക് ബോൾസ് ആക്കി എടുക്കാം. അപ്പോൾ ഇത്തിരി കുറച്ച് ടൈം എടുക്കുമെങ്കിലും 2-3 പേരൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടി ഒന്ന് ഒരുമിച്ച് ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ആ മണികളൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. നല്ല സോഫ്റ്റ് മാവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കിങ്ങനെ കുഞ്ഞു ബോൾസാക്കി എടുക്കാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കുന്നതായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് കയ്യിൽ തടവിയതിന് ശേഷം ബോൾസ് റെഡിയാക്കി എടുത്താൽ മതി. ഇപ്പോൾ ഞാനിവിടെ ബോൾസ് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ മണിപ്പുട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള നാളികേരമാണ്. അപ്പോൾ ഞാനൊരു പകുതി നാളികേരം ചിരകി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഓരോരുത്തരുടെയും മധുരത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ നാളികേരവും പഞ്ചസാരയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം പുട്ടുംകുറ്റി എടുത്ത് അതിലേക്ക് ആദ്യം തന്നെ ചില്ലിട്ട് കൊടുക്കുക. പിന്നെ ഒരു ലെയർ നാളികേരത്തിൻ്റെ മിക്സ് ഇട്ട് കൊടുത്തിട്ട് അതിന് മുകളിലാണ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബോൾസ് എല്ലാതും ഇട്ട് കൊടുക്കേണ്ടത്. ഒരുമിച്ച് എല്ലാ ബോൾസും ഇട്ട് കൊടുക്കുകയല്ല കേട്ടോ ചെയ്യേണ്ടത്. കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് അതിനിടയിൽ നമ്മൾ നാളികേരത്തിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കണം. നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന രീതിയിൽ തന്നെ ലെയേഴ്സായിട്ട് ആദ്യം നമ്മൾ പൊടിയും നാളികേരമെല്ലാം ഇടുക. ഇതിന് പകരമായിട്ട് ബോൾസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിലായിട്ട് നാളികേരം ഇട്ട് കൊടുക്കുക. അങ്ങനെ ഞാനൊരു 3 ലെയറായിട്ടാണ് നമ്മുടെ പുട്ടുംകുറ്റിയിലേക്ക് ഇത് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ പുട്ടുംകുറ്റി മുഴുവനായിട്ടും ബോൾസും അതുപോലെ ഈ ഒരു നാളികേരത്തിൻ്റെ മിക്സും ചേർത്തിട്ട് നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആ മൂടി വെച്ച് അടച്ച് ഞാനൊരു കുക്കറിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഇത് ആവി കയറ്റിയെടുക്കുന്നത്. കുക്കറിൽ വെള്ളം നന്നായി ചൂടായിട്ട് ആവി വന്ന് തുടങ്ങുമ്പോൾ പുട്ടുംകുറ്റി അതിന് മുകളിലേക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി ഒരു 6-7 മിനിറ്റോളം നമുക്ക് ഇത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കണം. നന്നായി മുകളിലൂടെ ആവി വന്നതിന് ശേഷം മാത്രമേ നമ്മൾ തീ ഓഫ് ചെയ്യാനായിട്ട് പാടുള്ളൂ കേട്ടോ. ഇപ്പോൾ നമ്മുടെ പുട്ടുംകുറ്റിയുടെ മുകളിലൂടെ ആവി നന്നായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി 1 മിനിറ്റ് കൂടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അത് നന്നായിട്ട് ആവി മുകളിലേക്ക് നല്ലതുപോലെ വരട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ആ ചൂടോട് കൂടി തന്നെ നമുക്ക് ഈ മണിപ്പുട്ട് സെർവ് ചെയ്യാം. ഏത് പുട്ടാണെങ്കിലും ചെറിയൊരു ചൂടോട് കൂടെ കഴിക്കുമ്പോഴാണ് അതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇത് നമുക്ക് നല്ല ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം. ഈ പുട്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല മണിമണിയായിട്ട് ഇങ്ങനെ വന്ന് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഈ ഒരു പുട്ട് ഇങ്ങനെ കഴിക്കാനും ഇതിൻ്റെ കൂടെ നാളികേരപ്പാൽ നല്ല കട്ടി നാളികേരപ്പാൽ ഒഴിച്ചിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇറച്ചിക്കറിയുടെ കൂടെ കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ.
ഇനി നമുക്ക് മറ്റൊരു രീതിയിൽ മണിപ്പുട്ട് തയ്യാറാക്കിയെടുക്കാം. ഇതിനേക്കാളും നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണിത്. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രത്തിലോട്ട് കുറച്ച് അരിപ്പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവിൽ നിന്നും ഞാൻ കുറച്ച് ഇത്രയും മാവ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ മാവ് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് കയ്യിൽ വെച്ച് റോൾ ചെയ്തിട്ട് നല്ല സോഫ്റ്റാക്കി എടുക്കണം കേട്ടോ. നല്ല സോഫ്റ്റാക്കി എടുത്തതിന് ശേഷം സേവനാഴിയിലെ കുറച്ച് വലിയ ഹോൾസുള്ള ചില്ലിട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് സേവനാഴിയിലോട്ട് നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ തീരെ നൈസായിട്ടുള്ള ചെറിയ ഹോളുള്ള ചില്ലല്ല കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. കുറച്ച് വലിപ്പമുള്ള ഹോളോട് കൂടിയിട്ടുള്ള ചില്ലിട്ട് കൊടുക്കണം. എന്നാൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ച പോലെ ഇങ്ങനെ ചെറിയ ചെറിയ ബോൾസ് പോലെ നമുക്ക് കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നീളനെ വടി പോലെ ആയിരിക്കും കിട്ടുക. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കുറച്ച് വലിപ്പമുള്ള ഹോളുള്ള ചില്ലാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ സേവനാഴിയിൽ ഇട്ട് കൊടുത്തിട്ടുള്ള മാവ് നമ്മൾ ആദ്യം ഒരു പാത്രത്തിൽ കുറച്ച് അരിപ്പൊടി സ്പ്രെഡ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതിന് മുകളിലേക്ക് കുറേശ്ശെയായിട്ട് പിഴിഞ്ഞിട്ട് കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിലായിട്ട് ഈ പിഴിഞ്ഞിട്ട് കൊടുത്തിട്ടുള്ള മാവിന് മുകളിലേക്കും നമുക്ക് അരിപ്പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കണം. നന്നായിട്ട് അരിപ്പൊടി ഇട്ടിട്ട് അതൊന്ന് പതിയെ ഇങ്ങനെ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഒന്നിനോടൊന്ന് ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളതിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ നൂല് പോലെയുള്ളതൊക്കെ പൊട്ടി കുഞ്ഞിയേ മണി പോലെയായിട്ട് നമുക്ക് വരും കേട്ടോ. ശരിക്കും നമ്മൾ ബോൾസ് പോലെ കിട്ടിയില്ലെങ്കിലും കുറേയൊക്കെ നമുക്ക് ചെറിയ മണികളായിട്ട് നമുക്കിപ്പോൾ എന്താ പറയുക പൊരിയുടെയൊക്കെ ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ അതിങ്ങനെ മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ നന്നായിട്ട് അരിപ്പൊടി അതിന് മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു അരിപ്പയിലേക്ക് നമ്മളിത് മുഴുവൻ ഒന്ന് വാരിയിട്ടിട്ട് ഒന്ന് അരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പൊടിയെല്ലാം താഴോട്ട് വീണിട്ട് നമ്മുടെ ആ കുഞ്ഞു മണികൾ മാത്രം അരിപ്പയിൽ നമുക്ക് കിട്ടും. അങ്ങനെ നമ്മൾ മുഴുവൻ മാവും ഇതുപോലെ കുഞ്ഞു ബോൾസാക്കി എടുത്തിട്ടുണ്ട്. കറക്റ്റ് ബോൾ പോലെ അല്ലെങ്കിലും ചെറിയ നമ്മൾ ഈ ഒരു പൊരിയുടെയൊക്കെ രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പണിയും എളുപ്പമാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നേരത്തെ ബോൾസ് കാണാൻ നല്ല ഭംഗിയാണെങ്കിലും കാണാനും കഴിക്കാനും കുഴപ്പമില്ല. പക്ഷേ എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടം തോന്നിയത് ഈ ഒരു രീതിയിൽ പുട്ടുണ്ടാക്കിയപ്പോഴാണ്. പിന്നെ ഞാൻ കുറച്ച് നാളികേരത്തിലോട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ പുട്ടുംകുറ്റിയിലേക്ക് ചില്ലിട്ട് കൊടുത്തിട്ട് ഒരു ലെയർ നാളികേരത്തിൻ്റെ മിക്സ് ഇട്ട് കൊടുത്തു. പിന്നീട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു കുഞ്ഞു മണികൾ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ 1 2 അല്ലെങ്കിൽ ഒരു 3 കുഞ്ഞു ലെയേഴ്സായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് എത്ര ലെയേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനൊരു 3 ലെയേഴ്സായിട്ട് ഈ ഒരു പുട്ടും റെഡിയാക്കി വയ്ക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പുട്ടുംകുറ്റി മുഴുവനായിട്ട് നിറച്ച് കൊടുത്തു. ഒത്തിരി ഇങ്ങനെ പ്രസ് ചെയ്ത് അമർത്തി ഇടരുത്, പതിയെ ഇങ്ങനെ ഇട്ട് കൊടുക്കാനേ പാടുള്ളൂ. അതിനുശേഷം നമ്മൾ കുക്കറിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് കുക്കറിൽ നിന്ന് ആവി വന്നു തുടങ്ങുമ്പോൾ അതിന് മുകളിലേക്ക് പുട്ടുംകുറ്റി വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു 5-6 മിനിറ്റോളം നമുക്ക് ആവി കയറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ അടുത്ത പുട്ടും റെഡി ആയിട്ടുണ്ട്. ഇതും നമുക്ക് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം. കണ്ടോ, നല്ല ആവി പറക്കുന്ന പുട്ട് ഇതാ വരുന്നു. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. എനിക്ക് കൂടുതൽ ഈ ഒരു പുട്ടാണ് വളരെ ടേസ്റ്റി ആയിട്ട് തോന്നിയത്. ആദ്യത്തെ പുട്ടും ടേസ്റ്റ് ഇല്ല എന്നല്ല, അതും ടേസ്റ്റി തന്നെയാണ്, ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. എങ്കിലും എനിക്ക് പേഴ്സണലി കൂടുതൽ ഇഷ്ടമായത് ഈ ഒരു രണ്ടാമത്തെ രീതിയിലുണ്ടാക്കിയ പുട്ടാണ്. അതാവുമ്പോൾ കുറച്ച് പണിയും എളുപ്പമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.